Good afternoon, dear students. So, ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ സെക്കൻഡ് സെമ്മിലെ ഫണ്ടമെന്റൽസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക്സ് ആൻഡ് DBMS എന്ന കമ്പ്യൂട്ടർ പേപ്പറിലെ യൂണിറ്റ് 1 ആണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത്. സോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ യൂണിറ്റ് 1-ൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് തന്നെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്നുള്ള 3 ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നേരിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. സോ എന്താണ് ഇൻട്രൊഡക്ഷനിൽ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് ചോദിച്ചാൽ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ എന്താണ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ആൻഡ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആൻഡ് ഫൈനലി ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, സോ ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്നതിന് ശേഷമാണ് നമുക്ക് എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് നമുക്ക് പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് written in a language that can be understood by a computer. That means ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജസിൽ, ഓക്കെ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് തന്നെയാണ്. അതിപ്പോൾ അസംബ്ലി ലാംഗ്വേജ് ആവാം, ഹൈ ലെവൽ ലാംഗ്വേജ് ആവാം, ലോ ലെവൽ ലാംഗ്വേജ് ആവാം കേട്ടോ. സോ അതെന്തായാലും ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സി എടുക്കാം. നിങ്ങൾക്ക് സി എന്നുള്ള ലാംഗ്വേജ് പഠിക്കാനുണ്ട്. സി എടുക്കാം, അല്ലെങ്കിൽ CPP, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ജാവ, ആൻഡ്രോയിഡ്, ഇതെല്ലാം കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. സോ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്നുള്ളൊരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിന് നമ്മൾ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്യണം. ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ റൈറ്റ് ചെയ്ത് വെക്കില്ലേ, ഇതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുക. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എന്നാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെന്റ്. നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത്. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കൂ. ഫോണിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും അല്ലേ. മാക്സിമം എല്ലാവരുടെയും ആൻഡ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ iOS ഉണ്ടാവും അല്ലേ. ആപ്പിൾ ഫോൺ ആണെങ്കിൽ iOS ഉണ്ടാവും. സോ ആ ഒരു OS അല്ലെങ്കിൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോൺ എങ്ങനെ പ്രവർത്തിക്കണം, എന്തെല്ലാം അത് ചെയ്യണം, എന്തെല്ലാം എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളതെല്ലാം അതിനൊരു ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമേഴ്സ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ എന്താണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ്. ഇപ്പോൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോ അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിൾ നോക്കൂ, ഗൂഗിൾ ക്രോം, വിൻഡോസ് മീഡിയ പ്ലെയർ, ആൻഡ്രോയിഡ് എക്സെട്ര, ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. സോ സോഫ്റ്റ്വെയർ പാക്കേജ് എന്താണെന്ന് ചോദിച്ചാൽ സോഫ്റ്റ്വെയർ ദാറ്റ് സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം ഓർ പെർഫോം എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോബ്. ഓക്കെ, സോഫ്റ്റ്വെയർ പാക്കേജ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോബ് സോൾവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, പെർട്ടിക്കുലർ ആയിട്ട് അതിന് മാത്രമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ അഡോബ് ഫോട്ടോഷോപ്പ് എന്താണ്? അതിന് ഫോട്ടോഷോപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഹാർഡ്വെയർ. ഹാർഡ്വെയർ നമ്മൾ ഓൾറെഡി പ്രിൻ്ററൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാകും. ഫിസിക്കൽ ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. നമുക്ക് വ്യൂവബിളും ടച്ചബിളും ആയിട്ടുള്ള ഫിസിക്കൽ ഡിവൈസസിന് എന്ത് പറയാം? ഹാർഡ്വെയർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ മൗസ്, മോണിറ്റർ എക്സെട്ര. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരു കമ്പ്യൂട്ടറിന് പ്രധാനമാണ്. ഓക്കെ, ഹാർഡ്വെയർ മാത്രം ഉണ്ടായിട്ട് സോഫ്റ്റ്വെയർ ഇല്ല എന്നുണ്ടെങ്കിലും, സോഫ്റ്റ്വെയർ മാത്രം ഉണ്ടായിട്ട് ഹാർഡ്വെയർ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ അവിടെ പെർഫെക്റ്റ് ആവില്ല. ഓക്കെ, ഫുൾഫിൽ ആവില്ല. ദേ ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. രണ്ടും അവിടെ കോംപ്ലിമെൻ്ററി ആണ്. ദാറ്റ് മീൻസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹാർഡ്വെയറിലൂടെയാണ് അല്ലേ. മൗസ്, കീബോർഡ് പോലുള്ള ഹാർഡ്വെയറിലൂടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ദെൻ സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ള ഫങ്ഷൻസ് മുഴുവൻ പെർഫോം ചെയ്യുന്നത്. ദെൻ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതും ഒരു ഹാർഡ്വെയറായ
മോണിറ്ററിലൂടെയാണ് അല്ലേ. സോ രണ്ടും അവിടെ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. വി ക്യാൻ ലോഡ് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഓൺ ദ സെയിം ഹാർഡ്വെയർ ടു പെർഫോം വേരിയസ് ടാസ്ക്. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്കറിയാം, ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ. സോ ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് നമുക്ക് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഹാർഡ്വെയർ എന്ന് പറയുന്നത് വൺ ടൈം എക്സ്പെൻസ് ആണ്. ഒരിക്കൽ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം മേടിച്ച് വെച്ചാൽ മതി. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് എക്സ്പെൻസ് ആണ്. ബിക്കോസ് ഓരോ പ്രാവശ്യവും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ. സോ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു. ഇനി എത്ര തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്? ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ. സോ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിലാണ് നമുക്ക് വരുന്ന 3 ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് പഠിക്കാനുള്ളത്. സോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നോട്ട് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. സോ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. It is a set of one or more programs which control the operation. Okay, operation or extends the processing capability of a computer system. Okay, so എന്താണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഹോൾ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്ന പ്രോഗ്രാംസിന് എന്ത് പറയാം? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഓക്കെ. സോ നേരത്തെ ഞാൻ കഴിഞ്ഞ സെമ്മിൽ പറഞ്ഞിരുന്നു, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെമ്മറി യൂണിറ്റ് ഉണ്ടാവും, കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ആൻഡ് എലി ഉണ്ടാവും. പിന്നെ ഒരുപാട് ജോബുകൾ ചെയ്യുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ എന്നുള്ളതല്ല അല്ലേ. സോ ഈ പ്രോസസ്സിങ്, അത് ആ ചെയ്യുന്ന ജോബാണ് പ്രോസസ്സിങ് എന്ന് പറയാം കേട്ടോ. സോ ഈ പ്രോസസ്സിങ്ങിന് എല്ലാത്തിനും തന്നെ, അതിനകത്തുള്ള ഓപ്പറേഷൻ എല്ലാത്തിനും തന്നെ കൺട്രോൾ ചെയ്യണം. ഓക്കെ. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ ചെയ്യണം, എപ്പോൾ ഇൻപുട്ട് മേടിക്കണം, ഏതൊക്കെ ഔട്ട്പുട്ട് കൊടുക്കണം, എപ്പോൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിനെയും അവിടെ കൺട്രോൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റി, ഓക്കെ, എക്സ്റ്റെൻഡ് ദ പ്രോസസ്സിങ് കേപ്പബിലിറ്റി. അതിൻ്റെ പ്രോസസ്സിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ്, ആക്സസ് ചെയ്യാനുള്ള പവർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിനൊക്കെ അവിടെ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ. സോ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് അതർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ എക്സിക്യൂഷൻ ഓഫ് അതർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ. ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അത് എക്സിക്യൂഷൻ ചെയ്യണമെങ്കിലും നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. മോണിറ്റേഴ്സ് എഫക്റ്റീവ് യൂസ് ഓഫ് വേരിയസ് ഹാർഡ്വെയർ റിസോഴ്സസ്. ഡിഫറെൻറ്റ് ഹാർഡ്വെയർ റിസോഴ്സസിൻ്റെ എഫക്റ്റീവ് യൂസിന് മോണിറ്റർ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വിൻഡോസ് ആണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ വിൻഡോസ്. സോ വിൻഡോസ് ആണ് അവിടെ ഫുൾ ചെക്ക് ചെയ്യുന്നത്. മോണിറ്റർ പ്രവർത്തിക്കുന്നുണ്ടോ, കീബോർഡ് കറക്റ്റ് ആണോ, ആൻഡ് പ്രിൻ്റർ കണക്റ്റഡ് ആണോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഫോട്ടോ വന്നിട്ട് അതിനകത്ത് സേവ് ചെയ്യാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് മെമ്മറി ഉണ്ടോ, ഈ ഫോട്ടോ സേവ് ചെയ്യാനുള്ള അത്രയും മെമ്മറി ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സേവ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യും. സോ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ജോബാണ്. ഓക്കെ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻ ഓഫ് പെരിഫറൽ ഡിവൈസസ്. പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ പ്രിൻ്റർ, മോണിറ്റർ, സ്കാനർ, അങ്ങനത്തെ എല്ലാ ഡിവൈസസും. ഈ ഡിവൈസസിനെല്ലാം തന്നെ കൺട്രോൾ ചെയ്യേണ്ടതും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട ജോബ് എല്ലാം തന്നെ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിനാണ്. ഓക്കെ. സിസ്റ്റം പ്രോഗ്രാംസ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഇതൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. സിസ്റ്റം പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ പാക്കേജ്. സിസ്റ്റം സോഫ്റ്റ്വെയർ പാക്കേജസിലുള്ള പ്രോഗ്രാംസിന് സിസ്റ്റം പ്രോഗ്രാംസ് എന്ന് പറയും. പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നതോ അത് പ്രിപ്പയർ ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ്, ആൾക്കാർ. ഓക്കെ. അത് പിന്നെ പ്രോഗ്രാമേഴ്സ് എന്ന് പറയും. സോ നമുക്ക് 1-2 എക്സാമ്പിൾസ് കൂടി നോക്കാം സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ. ഫസ്റ്റ് എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ OS. ഇപ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് അല്ലെങ്കിൽ iOS, അങ്ങനെ ഒരുപാട് OS ഉണ്ട്. ഈ OS തന്നെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുക. ബിക്കോസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഫോണിലത്തെ എല്ലാ കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെമ്മറി ആയാലും ശരി, നമ്മുടെ
നമ്മുടെ മെമ്മറി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ആയാലും ശരി, കമ്പ്യൂട്ടറിൽ ബാക്കിയുള്ള എല്ലാ ഡിവൈസസും വർക്ക് ചെയ്യുന്നതും ബൂട്ടിങ് ചെയ്യുന്നതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിളാണ്. ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന ട്രാൻസ്ലേറ്റേഴ്സ്, ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്കും ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ലേ, ട്രാൻസ്ലേറ്റേഴ്സ്, അത് വന്നിട്ട് എക്സാമ്പിളാണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ, അതായത് FTP, മെസ്സേജിങ് സോഫ്റ്റ്വെയർ, ഇമെയിൽ എക്സെട്ര വന്നിട്ട് എക്സാമ്പിളാണ്. ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ടാസ്ക്, സിസ്റ്റം മെയിൻ്റെനൻസ് ടാസ്കും ആൻഡ് പെർഫോമിംഗ് ടാസ്ക് ഓഫ് റൂട്ടീൻ നേച്ചർ. ഓക്കെ, അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. ഇനി അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത് പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടാസ്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സോ അതിനെയാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പേടിഎം എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ അതിൻ്റെതായ ജോബ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വേറൊരു എക്സാമ്പിൾ ആണെന്നാണ് കമ്പ്യൂട്ടർ ഗെയിമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസോ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഗെയിംസ് കളിക്കാം. സോ അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗെയിംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ പ്രോഗ്രാംസ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പ്രോഗ്രാംസ് എഴുതി അവിടെ ഈ ഗെയിംസിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ്, ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ, എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ, എൻ്റർടൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ഓക്കെ, സോ കണ്ടില്ല, ഓരോന്നും സെപ്പറേറ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് ഓരോന്നും സെപ്പറേറ്റ്, പർട്ടിക്കുലർ ടാസ്ക് മാത്രമാണ് അത് പെർഫോം ചെയ്യുള്ളൂ. എങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹോൾ ജോബും വന്നിട്ട് ചെയ്യണം. അത് മാത്രമല്ല ഈ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ ഈ ആപ്ലിക്കേഷനൊക്കെ എക്സിക്യൂഷൻ ചെയ്യുന്നതും എല്ലാം നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്തായിരിക്കും. സോ ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്.